ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും സുഖമല്ലേ? ഇവിടെ ഞങ്ങൾക്ക് എല്ലാവർക്കും സുഖമാണ്. നമുക്ക് പെട്ടെന്നായിട്ടൊരു അതിരസം റെഡിയാക്കിയാലോ? അതിനായിട്ട് ഒരു പാൻ അടുപ്പത്ത് വെക്കുന്നു. അത് ചൂടായതിനു ശേഷം അതിലേക്ക് 1 കപ്പ് റവ, ഉപ്പുമാവ് റവയാണ് ഇട്ടിട്ട് നമ്മൾ ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നു. ജസ്റ്റ് ഒന്ന് ഫ്രൈ ആയാൽ മതി, ഓവറായിട്ട് ഫ്രൈ ആക്കുക വേണം. എന്നിട്ട് അതിനകത്തേക്ക് നമ്മൾ 2 കപ്പ് പാല്, 1 കപ്പ് റവയ്ക്ക് 2 കപ്പ് ചൂടായ പാലാണ് ഞാൻ ഒഴിച്ചത്. ആ ചൂടായ പാലിങ്ങനെ ഒഴിച്ചിട്ട് നമ്മൾ ജസ്റ്റ് ഇങ്ങനെ സ്മൂത്തായ രീതിയിൽ വേണം ഇളക്കി കൊടുക്കാൻ. കട്ടി പിടിക്കരുത്, കട്ടിയാകാതെ ഇങ്ങനെ സ്മൂത്തായ രീതിയിൽ തന്നെ ആയി കഴിയുമ്പോൾ, ഇതേ അളവിലാകുമ്പോൾ തന്നെ നമ്മൾ അത് ഗ്യാസ് ഓഫ് ചെയ്യണം. ഒത്തിരി കട്ടിയാവാൻ പാടില്ല. കണ്ടില്ലേ? എന്നിട്ട് നമ്മൾ വേറൊരു പാത്രം എടുത്തിട്ട് അതിലേക്ക് 1.5 ഗ്ലാസ് ഷുഗർ ഇട്ടിട്ട് അതേ സെയിം അളവിൽ തന്നെ വെള്ളവും കൂടി ഒഴിച്ചിട്ട് നമ്മൾ ഷുഗർ സിറപ്പ് റെഡിയാക്കുന്നു. എന്നിട്ട് നമ്മൾ ഇറക്കി വെച്ചിരുന്ന റവ തണുത്തിട്ടുണ്ട്. ഇപ്പോൾ അതിലേക്ക് കുറച്ച് ഉപ്പും അതുപോലെ കുറച്ച് നെയ്യും കൂടെ ചേർത്ത് നമ്മൾ ചപ്പാത്തിക്ക് കുഴക്കത്തില്ലേ, അതേപോലെ നല്ല സ്മൂത്തായ രീതിയിൽ കുഴച്ചെടുക്കണം. ഉടനെ തന്നെ നമുക്കത് റെഡിയാക്കുകയും ചെയ്യാം. എന്നിട്ട് നമ്മൾ പഞ്ചസാര ലായനി റെഡിയാക്കുമ്പോൾ വേണമെങ്കിൽ അതിനകത്തേക്ക് കുറച്ച് ഏലക്ക കൂടി ഇടാം. അപ്പോൾ ഒരു നല്ല സ്മെല്ല് വരും അതിന്. അപ്പോൾ കണ്ടില്ലേ, അതിരസം റെഡിയായിട്ടുണ്ട്. ഇപ്പോൾ റവ ആയതിനാൽ ഇങ്ങനെ നമ്മളിങ്ങനെ പ്രസ് ചെയ്യുമ്പോൾ അതിൻ്റെ കൂടെയൊക്കെ വിടവ് പോലെ വരും. അപ്പോൾ നമ്മൾ ജസ്റ്റ് ഹാൻഡ്സ് വെച്ചിട്ട് ഇങ്ങനെ റെഡിയാക്കി എടുത്താൽ നല്ലതായിട്ട് തന്നെ ഉണ്ടാവും. ഇല്ലെങ്കിൽ എണ്ണയ്ക്കകത്തിടുമ്പോൾ അതൊക്കെ വെളിയിൽ വരാൻ സാധ്യതയുണ്ട്. കണ്ടോ, ഇപ്പോൾ എല്ലാ അതിരസങ്ങളും റെഡി ആയിട്ടുണ്ട് ഫ്രണ്ട്സ്. ഇനി നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം. അതിനായിട്ട് ചൂടായ ഒരു പാത്രത്തിലേക്ക് എണ്ണ റെഡി ആയിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ അതിരസങ്ങളിടുന്നു. 2 സൈഡും ഇതുപോലെ ഫ്രൈ ചെയ്തെടുക്കുന്നു. കണ്ടില്ലേ? ഇപ്പം നമ്മുടെ അതിരസം റെഡി ആയിട്ടുണ്ട് ഫ്രണ്ട്സ്. നോക്കിയേ, സൂപ്പറായിട്ടുള്ള അതിരസം. എന്നിട്ട് നമ്മളത് പഞ്ചസാര ലായനിലേക്ക് ഇട്ടിട്ട് 2 സൈഡും ഇട്ട് നല്ല പഞ്ചസാര ലായനി നല്ല പിടിപ്പിച്ചെടുത്തിട്ട് നമ്മൾ എടുക്കുന്നു. കണ്ടില്ലേ? സൂപ്പറായിട്ടുള്ള അതിരസം റെഡി ആയിട്ടുണ്ട്. കുട്ടികളൊക്കെ ചോദിച്ച് വാങ്ങിച്ച് കഴിക്കുന്നൊരു പലഹാരമാണിത്. നല്ല ടേസ്റ്റാണ്. പാലും റവയും ഒക്കെ കലർന്ന നല്ല സോഫ്റ്റായ രീതിയിലുള്ള നമ്മുടെ സൂപ്പർ അതിരസം.